നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്ന നെന്മേനി വാഗ അഥവാ വാഗയാണ്. വിഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് നെന്മേനി വാഗ. ലെഗുമിനേസിയ കുടുംബത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രനാമം ആൽബസിയ ലബക് എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ ശിരീഷ എന്ന് വിളിക്കും. 900 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിലും സമതല പ്രദേശങ്ങളിലുമാണ് ഇത് കൂടുതലായി കാണുന്നത്. ജമ്മു കാശ്മീരിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. 25 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ശാഖോപശാഖകളോട് കൂടിയ ഒരു ഇല കൊഴിയും വൃക്ഷമാണ് വാഗ. ഇലകൾ ദ്വിപിച്ഛാകാര സംയുക്തമാണ്. 2 മുതൽ 4 പിച്ചകങ്ങൾ വരെയാണ് ഇതിലുള്ളത്. അതിൽ 5 മുതൽ 9 പത്രകങ്ങൾ വരെ ഉണ്ട്. പത്രകങ്ങൾ സംയുക്തമായാണ് വിന്യസിച്ചിരിക്കുന്നത്. പത്രങ്ങൾ ഏകാന്തര ക്രമത്തിൽ. ഇതിൻ്റെ പൂക്കൾ വളരെ ചെറുതാണ്. ദുർഗന്ധമുള്ളതും വെള്ള കലർന്ന മഞ്ഞ നിറത്തോടു കൂടിയതുമാണ്. ഇതിൻ്റെ ഫലങ്ങൾ ചെറുതും ചെറിയ കാറ്റിൽ പോലും ഇളകി ശബ്ദമുണ്ടാക്കുന്നതും കൊണ്ട് ഇതിനെ വുമൺസ് ടങ് ട്രീ എന്ന പേര് പറയുന്നു. ഈ മരത്തിൻ്റെ എല്ലാ ഭാഗത്തും സാപ്പോണിൻ എന്ന ഘടകം അടങ്ങിയിട്ടുണ്ട്. ജാങ്കമ വിഷത്തിൻ്റെ ഒരു മറുമരുന്നായി ഇതിനെ കണക്കാക്കുന്നു. മൂത്രളമായതുകൊണ്ട് ഇത് നീര് വലിക്കും. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഇത് നേത്രരോഗങ്ങളെ ശമിപ്പിക്കുന്നു. മരപ്പട്ട, ഇല, കായ, വേര് എന്നിവയാണ് ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിവരിക്കുന്നതാണ്. ഈ വാഗ എന്ന് പറയുന്നത് നെന്മേനി വാഗ എന്നാണ് ശരിക്കുള്ള പേര്. ശിരീഷം എന്ന് പറയും. ഈ ശിരീഷത്തിനെ സംബന്ധിച്ചുള്ള ഈ വിഷശമനമാണ്. ശിരീഷ പഞ്ചാംഗം എന്ന് പറയും. ഈ ശിരീഷത്തിൻ്റെ 5 അംഗങ്ങളും, അതായത് ഇല, പൂവ്, വേര്, കായ, തൊക്ക്, ഇത് 5 ഭാഗം വിഷശമന. ഇതുണ്ടാക്കുന്ന ഒരു ശിരീഷാസവമുണ്ട്. ഈ ശിരീഷ പഞ്ചാംഗം കൊണ്ട് ഉണ്ടാക്കുന്ന ശിരീഷാസവം ഈ ഏത് വിഷജമായ കണ്ടീഷനിലും പ്രയോഗിക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് ഈ സർപ്പദംശമായാലും വേണ്ടില്ല, കീടദംശമായാലും വേണ്ടില്ല, മറ്റ് ഈ ആഹാര ഔഷധങ്ങളിലൂടെ വിഷം അകത്തേക്ക് ചെന്നാലും ഈ ശിരീഷാസവം നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ കുറേ പഴകിയ വിഷജമായി ഉണ്ടാകുന്ന വ്രണങ്ങൾ, അതുപോലെ ഉണ്ടാകുന്ന ത്വക്ക് രോഗങ്ങൾ ഈ ശിരീഷാസം അകത്തേക്ക് കൊടുക്കും. പിന്നെ ഈ വാഗത്തൊലിട്ട് കഷായം വെച്ച് മേലെ ഇങ്ങനെ ധാര ചെയ്ത് കഴിഞ്ഞ് വിഷജമായിട്ടുള്ള വ്രണങ്ങളും ചൊറി ചിറങ്ങി ഇതെല്ലാം മാറും. പിന്നെ ഈ വാഗ തേച്ച് കുളിക്കുക എന്ന് പറയുന്ന ചടങ്ങുണ്ട്. പണ്ട് ഈ തൊലി ഉണ്ടാകുന്ന ഈ അഴുക്കുകൾ, തൊലി ഉണ്ടാകുന്ന ചില ചൊറികൾ, ഇതെല്ലാം ഈ വാഗ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ അത് മാറും. മാത്രമല്ല ഇതൊരു ശീതവീര്യമാണെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തിലുണ്ടാകുന്ന ഈ ചുട്ടുനീറ്റിൽ മൂത്രളമാണ്. അങ്ങനെ മൂത്രത്തിന് ചുടിച്ചുള്ള കണ്ടീഷനിലൊക്കെ ഇത് കഷായം വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഗുണമാണ്.